ഹായ്, ഇത് കണ്ടോ സംഭവം? ഇത് വേറൊന്നുമല്ല, ലിച്ചിയാണ്. ലിച്ചി. സോ ഇത് എല്ലാവർക്കും ഇതറിയാമെന്നുള്ള കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് മിക്കപ്പോഴും സ്ട്രീറ്റ്സിലായിരുന്നാലും സൂപ്പർ ബസാർസിലും ഹൈപ്പർ മാർക്കറ്റ്സിലെല്ലാം ഇത് അവൈലബിൾ ആണ്. ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 100 grams ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 47 rupees സംതിങ് ആയത്. ഓക്കെ, സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? എനിക്കായിരുന്നാലും ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഞാനൊന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കിയതാണ്. എന്താണ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്? ദ ഫസ്റ്റ് വൺ ഈസ് വാട്ട്? നല്ല പ്ലെൻറ്റി ഓഫ് വൈറ്റമിൻ സി ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഓറഞ്ചിലായിരുന്നാലും ലെമണിലാണ് കൂടുതൽ വൈറ്റമിൻ സി, പക്ഷേ ഇതിലും നല്ല പ്ലെൻറ്റി ഓഫ് വൈറ്റമിൻ സി ഇതിലുണ്ട്. പിന്നെ ഇറ്റ് ഇൻക്രീസ് ദ കൊളാജൻ ഇൻ അവർ ബോഡി. നല്ല കൊളാജൻ ഇൻക്രീസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും വൂൺസ് എന്തെങ്കിലും അങ്ങനെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് പറയുമ്പോൾ ദിസ് ബെറീസ് ഇറ്റ് ബ്രിങ്സ് സം കൂളിംഗ് എഫക്റ്റ് ദർ ഇൻ അവർ ബോഡി. ഓക്കെ, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് തരും ഇത്. പിന്നെയെന്ന് പറയുമ്പോൾ ഡൈജഷൻ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, വെയ്റ്റ് ലോസ്. അതിനും നമ്മുടെ ഈ ലിച്ചി എന്തായാലും ഹെൽപ്പ് ചെയ്യും. പിന്നെ ബോൺ സ്ട്രെങ്ത് നല്ലതാണ്. അത് ബോൺസിന് നല്ല ഇതായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് പറയുമ്പോൾ അപ്പം ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓവറായിട്ട് കഴിക്കരുത് കേട്ടോ. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതങ്ങനെ കുറച്ചൊക്കെ അത്ര അങ്ങോട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, അതേപോലെ പ്രഗ്നൻസി ലേഡീസൊക്കെ ഇതങ്ങനെ കഴിക്കേണ്ട. ഡോക്ടറുടെ സെലക്ഷൻ ഇല്ലാണ്ട്, അഡ്വൈസ് ഇല്ലാണ്ട് ഇത് കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ